It ensures the magnitude of deflection of the pointer is always same for a given value of quantity to be measured. അപ്പോൾ ഈ ഡിഫ്ലക്ട് ചെയ്തത് ഗിവൺ വാല്യൂവിന് ഈക്വൽ ആണ് എന്ന് എൻഷുർ ചെയ്യുന്ന എന്താണ്? കൺട്രോളിംഗ് ഫോഴ്സ് യൂസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? എൻഷുർ ചെയ്യുന്നത്. റൈറ്റ്? The controlling force always acts opposite to deflection torque. അപ്പോൾ കൺട്രോളിംഗ് ഫോഴ്സ് എപ്പോഴും എന്ത് ചെയ്യും? ഡിഫ്ലക്ഷൻ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ ടി ഡി ഇങ്ങോട്ടാണെങ്കിൽ ടി സി എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ടി സി ആക്ട് ചെയ്യുക. കൺട്രോളിംഗ് ടോർക്ക് ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. കാരണം എന്നാലേ നമുക്ക് പിടിച്ചേർത്താൻ പറ്റത്തുള്ളൂ അല്ലേ? ഇതിനെ കറക്റ്റ് പോയിന്റിൽ നിർത്താൻ പറ്റത്തുള്ളൂ. It brings the pointer to zero position when the instrument is disconnected from the supply. അപ്പോൾ ഇൻസ്ട്രുമെന്റ് ഡിസ്കണക്റ്റഡ് ഫ്രം ദി സപ്ലൈ, അതായത് ഇൻസ്ട്രുമെന്റിലേക്ക് വേറെ സപ്ലൈ ഒന്നും ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? ഈ കൺട്രോളിംഗ് ഫോഴ്സ് കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് വീണ്ടും സീറോയിലേക്ക് വരുന്നത്. ഓക്കെ, സീറോയിലേക്ക് വരുന്നത്. ദ കൺട്രോളിംഗ് ഫോഴ്സ് കുഡ് ബി പ്രൊഡ്യൂസ്ഡ് ബൈ എനി വൺ ഓഫ് ദി ഫോളോയിങ് വേസ്. ഈ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാം? കൺട്രോളിംഗ് ഫോഴ്സ് നമുക്ക് കൊടുക്കാം കേട്ടോ. സോ either it can be gravity control അല്ലെങ്കിൽ spring control. രണ്ട് മെത്തേഡ് ആണ്. ഒന്നിൽ ഗ്രാവിറ്റി കൺട്രോൾ ആവാം അല്ലെങ്കിൽ സ്പ്രിംഗ് കൺട്രോൾ ആവാം. ഓക്കെ, ദെൻ ഓരോ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഗ്രാവിറ്റി കൺട്രോളിൽ എന്തൊക്കെയാണ്? in this method small adjustable weights are attached to the opposite extension of the pointer. So balancing weight, controlling weight, ഈ രണ്ട് വെയിറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്മോൾ അഡ്ജസ്റ്റബിൾ വെയിറ്റ്സ് ആർ അറ്റാച്ച്ഡ് ടു ദി ഓപ്പോസിറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ദി പോയിന്റർ. പോയിന്ററിന്റെ ഓപ്പോസിറ്റ് എക്സ്റ്റൻഷൻ. ഓക്കെ, ഈ എക്സ്റ്റൻഷൻ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? രണ്ട് ബാലൻസിങ് വെയിറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, നേരെ വെർട്ടിക്കലായിട്ട് കൊടുക്കില്ല. എന്ത് ചെയ്യും? ഇങ്ങനെയോ ഒരു 90 ഡിഗ്രി ഒരു ഇതിൽ അതിലേക്ക് എന്ത് ചെയ്യുക? കൊടുത്തിട്ടുണ്ടാവുക. കാരണം അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി കേട്ടോ, ബാലൻസ് ചെയ്യാൻ വേണ്ടി. Right. These weights are attracted by Earth's gravitational pull and thereby produce required controlling torque. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇത് വെയിറ്റ് അല്ലേ? ബാലൻസ് വെയിറ്റ് ആണ്. സോ ഈ വെയിറ്റ് എന്ത് ചെയ്യും? വെയിറ്റ് എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇതിനെ അട്രാക്ട് ചെയ്തപ്പോഴും വെയിറ്റ് ഫോഴ്സ് ഡൗൺവേർഡ്, വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും ആക്ട് ചെയ്യുക. സോ ആ വെയിറ്റ് ഫോഴ്സ് എപ്പോഴും ഇതിന് എന്ത് ചെയ്യും? എർത്തിന്റെ ഇതിലേക്ക് പുൾ ചെയ്യും. സോ അവിടെ ഒരു ഫോഴ്സ് വരും, കൺട്രോളിംഗ് ഫോഴ്സ് വരും. The instrument with the gravity control are to be used in vertical position only. It's very, very important point. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. The instrument with the gravity control are to be used in the vertical position only. Vertical position മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചില സമയത്ത് നമ്മൾ വാട്ട് മീറ്റർ റീഡിംഗ് എടുക്കുമ്പോൾ അവർ പറയുന്നില്ല വെർട്ടിക്കൽ പൊസിഷനിൽ വയ്ക്കണം, വാട്ട് മീറ്റർ വെർട്ടിക്കലിൽ കണക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് MI ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത്. സോ എന്താണ് വെർട്ടിക്കൽ പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ പറയുന്നത്? ഗ്രാവിറ്റി കൺട്രോൾ ആണ് അതിൽ യൂസ് ചെയ്യുന്നത് ആ സമയത്താണ്. Then when the instrument is not connected to the supply, the control weights are balanced weight attached to the opposite ends of the pointer makes the pointer to be at a zero position. Okay. അപ്പോൾ when the instrument is not connected to the supply, the control weight and the balance weight attached to the opposite end of the pointer makes the pointer to be at zero position. Zero position ഇതിനെ എന്ത് ചെയ്യും? കീപ്പ് ചെയ്യും. Okay. Then when the instrument is connected to the supply, the pointer moves in clockwise direction, thereby displacing the weight. സോ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവും. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ത് ചെയ്യും? ഇതിനെങ്ങോട്ട് എന്ത് ചെയ്യും? മൂവ് ചെയ്യിക്കും അല്ലേ? ഇതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുക്കും, ഡിഫ്ലക്ഷൻ ടോർക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ വെയിറ്റ് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് ഈ വെയിറ്റിന്റെ മൂവ്മെന്റ് എന്ത് ചെയ്യും? ഗ്രാവിറ്റേഷണൽ പുള്ളുള്ളത് കൊണ്ട് ഈ വെയിറ്റിന്റെ മൂവ്മെന്റ് കാരണം എന്താ സംഭവിക്കുക? ഗ്രാവിറ്റി ഇതിനൊന്ന് വെർട്ടിക്കലി ഡൗൺവേർഡിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട്
ഒരു കൺട്രോൾ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവും, TC. Okay, when the instrument is connected to the supply, the pointer moves in a clockwise direction, thereby displacing the weight. Due to the gravitational pull, the weight will try to come to their original vertical position, thereby exerting a controlling force on the movement of the moving system. So vertically place ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കറക്റ്റായിട്ട് കിട്ടിയത് കറക്റ്റ് റീഡിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ വെയിറ്റ് ആയതുകൊണ്ട് അത് ഹാങ്ങിങ് ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റിന് ആ ഒരു ഫോഴ്സ് എന്ത് ചെയ്യും, ഹൊറിസോണ്ടലി താഴോട്ട് എല്ലാ പോയിന്റിലും ആക്ട് ആവും. ബട്ട് നമ്മൾ വെർട്ടിക്കലി കീപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഹൊറിസോണ്ടലി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇപ്പോൾ ഇവിടെയാണ് വെയിറ്റ് എന്ന് വെച്ചോളൂ, ഇങ്ങനെയാണ് പോയിന്റ് ഇരിക്കുന്നത്, എല്ലാ പോയിന്റിലും എന്ത് ചെയ്യും, ഫോഴ്സ് ആക്ട് ചെയ്യും. സോ നമുക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടില്ല. ബട്ട് നമ്മൾ വെർട്ടിക്കലി പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യും. സോ നമുക്ക് കറക്റ്റ് റീഡിങ് നമുക്ക് കിട്ടും. ഓക്കെ, നീഡിൽ ഇതാണ് നീഡിൽ എന്ന് വെച്ചോളൂ, ഇത് നീഡിൽ, ഇത് നീഡിൽ. ഓക്കെ, ഇതാണ് ഈ പറയുന്നതിന് കാരണം, വെർട്ടിക്കലി പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇവിടെ ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ്. നെക്സ്റ്റ് സ്പ്രിംഗ് കൺട്രോൾ. ഗ്രാവിറ്റി കൺട്രോൾ കഴിഞ്ഞു, ഇനി സ്പ്രിംഗ് കൺട്രോൾ. സ്പ്രിംഗ് കൺട്രോളിൽ ദ മോസ്റ്റ് കോമൺ അറേഞ്ച്മെന്റ് ഓഫ് സ്പ്രിംഗ് കൺട്രോൾ ഇസ് the phosphor bronze or beryllium copper spiral hair spring. സോ രണ്ട് എന്താ പറയുക, ഇൻ അലോയ്. ഓക്കെ, ദീസ് ആർ 2 അലോയ്സ്, ഫോസ്ഫർ ബ്രോൺസും ബെർലിയം കോപ്പറും കൊണ്ട് മേക്ക് ചെയ്തിട്ടുള്ള സ്പൈറൽ ഹെയർ സ്പ്രിങ്സ് ആണ് യൂസ് ചെയ്യുക. വളരെ തിന്നായിട്ടുള്ള സ്പ്രിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എപ്പോഴും ഓർക്കുക, ഫോസ്ഫർ ബ്രോൺസ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സാധനമാണ് കേട്ടോ. സ്പ്രിങ്ങിൻ്റെ കേസിൽ ഫോസ്ഫർ ബ്രോൺസ് എന്തായാലും നിങ്ങൾ മറക്കാതെ നോട്ട് ചെയ്ത് വെച്ചോളണം. ബെർലിയം കോപ്പർ കൂടെ നോട്ട് ചെയ്യുക കേട്ടോ. റിപ്പീറ്റഡ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോസ്ഫർ ബ്രോൺസ് ആണ്. സ്പ്രിങ് ഏതുകൊണ്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്, ഫോസ്ഫർ ബ്രോൺസ്. ഓക്കെ, കൺട്രോൾ സ്പ്രിങ്. ദ മോസ്റ്റ് കോമൺ അറേഞ്ച്മെന്റ് എന്താണ്, ഇതാണ് വരുന്നത്. ഇവിടെ കണ്ടോ, 2 സ്പ്രിങ് യൂസ് ചെയ്യുന്നുണ്ട്, സ്പൈറൽ സ്പ്രിങ്സ്. ഓക്കെ, ഇതൊരു സ്പ്രിങ് ആണ്, ഇതൊരു സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ്ങിന്റെ കണക്ഷനിൽ ഒരു ഇതുണ്ട്, എന്താണ്, ഇത് 2 ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരെണ്ണം ഇങ്ങനെയാണ് വൈൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരെണ്ണം തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടാണ് വൈൻഡ് ചെയ്യുന്നത്. അതിന് കുറച്ച് ഇതുണ്ട്, റീസൺസ് ഉണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നോക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ദ സ്പ്രിങ്സ് ആർ മെയ്ഡ് ഫ്രം സച്ച് അലോയ്സ് ദാറ്റ് ഹാവ്, അതായത് ഈ അലോയ്സ് ഫോസ്ഫർ ബ്രോൺസും ബെർലിയം കോപ്പറും ഒക്കെ മാത്രം യൂസ് ചെയ്യാൻ കുറച്ച് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ദീസ് സ്പ്രിങ്സ് ആർ ഓക്കെ, ഹൈ റെസിസ്റ്റൻസ് ടു ഫാറ്റിക് ഉണ്ടാവാതെ അത് പ്രിവെന്റ് ചെയ്യും. Okay, high resistance to fatigue, that is can be wound or unwound several times without losing their tension. അപ്പോൾ ഇത് വൗണ്ട് ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ അൺവൗണ്ട് ചെയ്യുന്നതുകൊണ്ട് പല പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ട് വേറെ വിഷയമില്ല. അപ്പോൾ ഈ മൂവ്മെന്റ് കാരണം ഇത് വൗണ്ട് അൺവൗണ്ട് ആവും ഓട്ടോമാറ്റിക്കലി. ഡിഫ്ലക്ഷൻ ടോർക്ക് കാരണം എന്ത് ചെയ്യും, ഒരെണ്ണം വൗണ്ട് ആകുമ്പോൾ ഒന്ന് അൺവൗണ്ട് ആവും. അപ്പോൾ ഈ വൗണ്ട് ആവുന്നത് കൺട്രോൾ ടോർക്ക് പ്രൊവൈഡ് ചെയ്യും, അൺവൗണ്ട് ആവുന്നത് എന്ത് ചെയ്യും, തിരിച്ചതിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, വൗണ്ട് ആവുന്ന കൺട്രോൾ ടോർക്ക് പ്രൊവൈഡ് ചെയ്യും, അൺവൗണ്ട് ആവുന്നത് റീസ്റ്റോർ ടു 0 പൊസിഷനിലേക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഹൈ റെസിസ്റ്റൻസ് ടു ഫാറ്റിക്. സെക്കൻഡ് വൺ, നോൺ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. നോൺ മാഗ്നറ്റിക് ആയിരിക്കും, കാരണം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, MC ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വരാം. സോ MC ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ദർ വിൽ ബി എ മാഗ്നറ്റ്. മാഗ്നറ്റിന്റെ ഇത് അട്രാക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രോപ്പർട്ടി പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല. സോ ദിറ്റ് ഷുഡ് ബി നോൺ മാഗ്നറ്റിക്. സോ അപ്പോൾ ഫോസ്ഫർ ബ്രോൺസും ബെർലിയം കോപ്പറും ഒക്കെ നോൺ മാഗ്നറ്റിക് ആണെന്ന് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അതായത് കുറേ നേരം കണക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സ്പ്രിങ്ങിന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ആവാൻ പാടില്ല. കാരണം ഇതിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ പോകുന്നുണ്ട്. ഓക്കെ, സ്പ്രിങ്ങിൽ കൂടെ MC ഇൻസ്ട്രുമെന്റിൽ സ്പ്രിങ്ങിൽ കൂടെ സപ്ലൈ പോകുന്നുണ്ട്. ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. കാരണം ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസും ചേഞ്ച് ഉണ്ടാവൂലേ, ഇതിന്റെ ഡയമെൻഷൻസ് ചേഞ്ച് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഡയമെൻഷൻസ് ചേഞ്ച് ആയാൽ സ്പ്രിങ്ങിന്റെ പ്രോപ്പർട്ടി മാറും. സോ അത് പറ്റില്ല. ദെൻ ലോ സ്പെസിഫിക് റെസിസ്റ്റൻസ് മീൻസ് ഇതിൽ കൂടെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ, ഇപ്പോൾ ഇത് അമ്മീറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചോളൂ, കൂടുതൽ റെസിസ്റ്റൻസ് സർക്യൂട്ടിന് ഓഫർ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇറ്റ് ഷുഡ് ബി എ ലോ റെസിസ്റ്റൻസ് സർക്യൂട്ട് ഫോർ എ അമ്മീറ്റർ. അമ്മീറ്ററിൽ കറണ്ട് ഇതുവഴിയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ
അതിൽ കൂടുതൽ റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, റെസിസ്റ്റൻസ് കൂടിയാൽ എന്ത് ചെയ്യും, കറണ്ട്, ആക്ച്വൽ കറണ്ട് എന്ന് പറയുന്നത് കുറയും, സർക്യൂട്ടിലെ മൊത്തത്തിൽ കറണ്ട് കുറയും, അത് സോഴ്സിലൊക്കെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാകും. സോ അതുപോലെ തന്നെ ഇത് വോൾട്ട് മീറ്റർ ആണ്, MC വോൾട്ട് മീറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൂടുതൽ കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യുകയും ഇൻസ്ട്രുമെൻറ്റിന്, ഐ മീൻ ടോട്ടൽ സെറ്റപ്പിന് തന്നെ ഒരു എഫിഷ്യൻസി, നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടില്ല. സിമ്പിൾ പറഞ്ഞാൽ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടില്ല. ഷണ്ട് ചെയ്തിരിക്കുന്ന വോൾട്ട് മീറ്ററിൽ കൂടെ കൂടുതൽ കറണ്ട് പാസ്, ആക്ച്വലി വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് വളരെ ഹൈ ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെ. സോ ഈ 4 പോയിന്റ്സ് നോക്കിക്കോളാം. Then spring controlled instruments have the following advantages over gravity controlled instruments. ഗ്രാവിറ്റി കൺട്രോൾ ഇൻസ്ട്രുമെന്റ്സിന്റെ കേസിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ എന്താണ്, അത് വെർട്ടിക്കലി പ്ലേസ് ചെയ്യണം അല്ലേ, വെർട്ടിക്കലി പ്ലേസ് ചെയ്യണം. പക്ഷേ സ്പ്രിംഗ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ് എങ്ങനെ വേണം നമുക്ക് പ്ലേസ് ചെയ്യാം. ദ ഇൻസ്ട്രുമെന്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എനി പൊസിഷൻ. ഏത് പൊസിഷനിൽ വേണം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ദ കൺട്രോൾ സ്പ്രിംഗ് ഹെൽപ്പ് ഇൻ ലീഡിങ് in and out the current to move the coil on the instrument. സോ ഗ്രാവിറ്റി കൺട്രോൾ അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കൺട്രോൾ സ്പ്രിങ് എന്ത് ചെയ്യാം, നമുക്ക് സർക്യൂട്ട് ഇൻക്ലൂഡ് ചെയ്ത് ഇതിന് കറണ്ട് ഇൻ ആൻഡ് ഔട്ട് മൂവ് ചെയ്യുന്നത് എന്ത് ചെയ്യാം, സർക്യൂട്ടിന്റെ പാർട്ടായിട്ട് ഇതിന് ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആണ് സ്പ്രിംഗ് കൺട്രോളിന്റെ അഡ്വാൻറ്റേജസ് വിത്ത് കമ്പാരിസൺ ടു ഗ്രാവിറ്റി കൺട്രോൾ. റൈറ്റ്, നെക്സ്റ്റ് ഡാമ്പിംഗ് ഫോഴ്സ്. അടുത്ത് വരുന്നതാണെന്ത്, ഡാമ്പിംഗ് ഫോഴ്സ്. ഡാമ്പിംഗ് ഫോഴ്സ് നോക്കാം. ദിസ് ഫോഴ്സ് ഈസ് നെസസറി ടു ബ്രിങ് ദ മൂവിംഗ് സിസ്റ്റം ടു റെസ്റ്റ് ഇൻ ഇറ്റ്സ് ഫൈനൽ ഡിഫ്ലക്റ്റഡ് പൊസിഷൻ ക്വിക്ലി. ഓക്കെ, ഈ ഫോഴ്സ് എന്ത് ചെയ്യും, ഇതിനെ ഇപ്പോൾ നമുക്ക് ഒരു പോയിന്റർ ഉണ്ട്, പോയിന്റർ എന്ത് ചെയ്യും, ഒരു ഡയറക്ഷനിൽ കൺട്രോളിങ് ടോർക്ക് ആക്ട് ചെയ്യും, അടുത്ത ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ആക്ട് ചെയ്യുമ്പോൾ ഇതൊരു ബാലൻസ്ഡ് ആവാൻ വേണ്ടി ഒരു ചെറിയൊരു ഓസിലേഷൻ ഉണ്ടാവും. ആ ഓസിലേഷൻ കുറയ്ക്കാനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡാമ്പിംഗ് ഫോഴ്സ് കറക്റ്റ് പോയിന്റിൽ എന്ത് ചെയ്യുക, അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നതാണ് ഡാമ്പിങ്ങിന്റെ കേസ് വരുന്നത്. ഡാമ്പിംഗ് ഫൈനൽ സെറ്റിൽമെന്റ്. സോ without such damping, the combination of the inertia of the moving system and the controlling force makes the pointer to oscillate about its final deflected position for some time before coming to rest, resulting in waste of time in taking the reading. അതായത് ഡാമ്പിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ ഈ പോയിന്റർ എന്ത് ചെയ്യും, പോയിന്റർ ഓസിലേറ്റ് ചെയ്തുകൊണ്ടേക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് മെഷർമെന്റ് കിട്ടില്ല. കുറച്ച് മെഷർമെന്റ് ഇടയ്ക്ക് ഇങ്ങനെ പോയിന്റർ ഓസിലേറ്റ് ചെയ്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് മെഷർമെന്റ് കിട്ടോ, പ്രോപ്പർ മെഷർമെന്റ് കിട്ടില്ല. സോ ആ ഓസിലേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ എന്ത് ഡാമ്പിംഗ് ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. വിത്തൗട്ട് സച്ച് ഡാമ്പിംഗ്, ദ കോമ്പിനേഷൻ ഓഫ് ഇനർഷ്യ ഓഫ് ദി മൂവിംഗ് സിസ്റ്റം ആൻഡ് ദി കൺട്രോളിംഗ് ഫോഴ്സ് മേക്സ് ദ പോയിന്റർ ടു ഓസിലേറ്റ് അബൌട്ട് ഇറ്റ്സ് ഫൈനൽ ഡിഫ്ലക്റ്റിംഗ് പൊസിഷൻ for some time before coming to rest. Okay, if the pointer moves quickly, then damping inde korchu critical damping, under damping and over damping case undu. Adendakeyanu nokam. If the pointer moves quickly to its final deflected position without any sort of oscillation, the damping is called critical damping. Okay, the pointer moves quickly to its final deflecting position without any sort of oscillation, the damping is called a critical ഡാമ്പിംഗ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ്, വേറെ എന്താണ് ക്വിക്കായിട്ട് ഫൈനൽ പോയിന്റിലേക്ക് എത്തുന്നു, ഓസിലേഷൻ ഒന്നും ഇല്ലാതെ, അതിനെന്ത് ചെയ്യും, അതിനെ പറഞ്ഞാണ് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് ഡെഡ് ബീറ്റ്. ഓക്കെ, in underdamped instrument, the pointer will oscillate before coming to final deflecting position. സോ അണ്ടർ ഡാംപ്ഡ്, ഡാമ്പിംഗ് കുറവാണെങ്കിൽ, ഇത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് പെർഫെക്റ്റ്ലി ഡാംപ്ഡ് എന്ന് നോക്കുകയാണെങ്കിൽ പറയാം. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് പെർഫെക്റ്റ്ലി ഡാംപ്ഡ് ആണെങ്കിൽ ക്വിക്കായിട്ട് എന്ത് ചെയ്യും, ഫൈനൽ പോയിന്റിൽ വന്ന് സെറ്റിൽ ആവും, വേറെ ഓസിലേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അണ്ടർ ഡാംപ്ഡ്, അത് ഡാമ്പിംഗ് കുറവാണെങ്കിൽ, അണ്ടർ ഡാംപ്ഡ് കണ്ടീഷനിലാണെങ്കിൽ, ഇൻസ്ട്രുമെന്റിലാണെങ്കിൽ പോയിന്റർ ഫൈനൽ പോയിന്റിൽ വന്നിട്ട് ചെറുതായിട്ടൊന്ന് ഓസിലേറ്റ് ചെയ്യും. പോയിന്റർ വിൽ ഓസിലേറ്റ് ബിഫോർ കമ്മിങ് ടു ഫൈനൽ ഡിഫ്ലക്ഷൻ പോയിന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് ഓവർ ഡാംപ്ഡ്. ഡാമ്പിംഗ് കൂടിപ്പോയാൽ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് മൂവ് ചെയ്യുന്ന വളരെ സ്ലോ ആയിട്ടായിരിക്കും. ഇൻ ദിസ് കേസ് ഓഫ് an ഓവർ ഡാംപ്ഡ് ഇൻസ്ട്രുമെന്റ്, ദ പോയിന്റർ കംസ് വെരി സ്ലോലി ടു ദ ഫൈനൽ ഡിഫ്ലക്റ്റിംഗ് പൊസിഷൻ. വളരെ സ്ലോ ആയിട്ട്, ഡാമ്പിംഗ് കുറച്ച് കൂടിപ്പോയി. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ മൂവ്മെന്റ്
നന്നായിട്ട് റെസ്ട്രിക്റ്റഡ് ആവും. സോ അത് വളരെ സ്ലോ സിസ്റ്റമായിട്ട് മാറും. ഓക്കെ, സ്ലോ ആയിട്ട് വന്ന് എന്ത് ചെയ്യും, നമ്മുടെ കറക്റ്റ് പോയിന്റ് ഏതാണോ, മെഷർമെന്റ് പോയിന്റ് ഏതാണോ അവിടെ വന്ന് നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ഫോഴ്സസ്, നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന 3 ഫോഴ്സസ്. സോ ഡാമ്പിങ്ങിന്റെ മെത്തേഡ്സ് ഉണ്ട്. കൺട്രോളിങ്ങിലും ഡാമ്പിങ്ങിലാണ് നമുക്ക് മെത്തേഡ്സ് ഇമ്പോർട്ടൻ്റ്. മറ്റേ സ്പ്രിംഗ് കൺട്രോൾ, ഗ്രാവിറ്റി കൺട്രോൾ, ഇവിടെ എഡി കറന്റ് ഡാമ്പിങ്, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്. ഇനി ഒരു മെത്തേഡ് ഉണ്ട്, അത് നമുക്ക് മെയിനായിട്ട് വരുന്നില്ല, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ കൂടെ ഉണ്ട്. ഫ്ലൂയിഡ് ഫ്രിക്ഷന് എയർ ഫ്രിക്ഷൻ പോലെ തന്നെയാണ്, പക്ഷെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ലീക്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇത് വെർട്ടിക്കൽ പൊസിഷനിൽ കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, എനിവേ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 2 മെത്തേഡ്സ് ഡാമ്പിങ്ങിന്റെ, എഡി കറന്റ് ഡാമ്പിങ്ങും എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങും കേട്ടോ. ഫസ്റ്റ് എഡി കറന്റ് ഡാമ്പിങ് നോക്കാം. സോ എഡി കറന്റ് ഡാമ്പിങ്ങിൽ കോപ്പർ ഓർ അലുമിനിയം ഡിസ്ക് ഡി. ഓക്കെ, ഇത് ഡിസ്ക് ആണ്.